ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞങ്ങളങ്ങനെ സ്പിതി വാലിയിലേക്കുള്ള യാത്രയിൽ 4-ാം ദിവസം. ഇന്ന് ഞങ്ങളുള്ളത് നാക്കോലാണ്. നാക്കോൽ ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ -4 വരെ എത്തി. -4 വരെ എത്തിയത് മാത്രമല്ല, രാവിലെ എണീറ്റ് കഴിയുമ്പോൾ 3:45 കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സൂര്യൻ ഉദിച്ചു. 7 മണിയാകുമ്പോഴേക്കും നല്ല ചൂട് വെയിലിന് ഞങ്ങൾ കുളിച്ച് റെഡിയായി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിത് അടുത്ത ഡെസ്റ്റിനേഷനായ ടാബോയിലേക്ക് പോകുന്നു. ഇനി കാണാം, വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നാക്കോ നിന്ന് ടാബോയിലേക്കുള്ള യാത്രയിലാണ്. ഇതേ വരുന്നു ജാനിക്കുട്ടിയും അമ്മയും കൂടി. നല്ല ബ്ലിക്കാന്നുള്ള എൻ്റെ പള്ളിയിൽ കൂടെ ചാടിക്കറിട്ടാ വരണേ. ഓക്സിജൻ്റെ കുഴപ്പമുണ്ട് കുറച്ച്, പിന്നെ ഞങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണു. എല്ലാം ഉണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കാണാം. നമ്മളങ്ങനെ ഇതാണ് നാക്കോ ടൗൺ. നാക്കോ ടൗൺ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8 കടയുണ്ട്. ഇതാണ് നാക്കോ ടൗൺ. ആ 8 കടയിൽ ഒരു ബ്രാൻഡി ഷോപ്പാണ്. അല്ലേ, നമ്മളിവിടെ ചായ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നു. ഇനി വഴിയിലിവിടെ കാണാം. അയ്യോ, ഇതേ ലാൻസലൈഡിൽ നടന്നിട്ട് ഇവിടെ കണ്ടാ റോഡ് റെഡി ആക്കണ കണ്ടാ. വണ്ടി കിടന്ന് പോവാ. നമ്മൾ ടാബോയിലേക്കുള്ള വഴിയിൽ ഒന്ന് നിർത്തിയത് 2 മിനിറ്റ് വ്യൂ കാണിച്ചത്. ഫുള്ള് മരങ്ങളില്ലാത്ത മലകൾ മാത്രം. ആകെ കൂടി ഒരു പുല്ല് എന്തോ ഉണ്ട് ഒരു സൈഡിൽ. വേണ്ട, ഈ മല നമ്മൾ ഇറങ്ങി വരിക. വേണ്ട, അങ്ങനെ നമ്മൾ സ്പിതി വാലിയുടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് സ്പിതി വാലിയുടെ കവാടം കടന്ന് നമ്മൾ ടാബോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കപ്പലണ്ടി മിഠായി വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ സ്പിതി വാലിയുടെ വളരെ അപകടം പിടിച്ച വഴി. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ വഴിയില്ല. നമ്മൾ നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു വണ്ടിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ആ വഴി കൂടെ ആയിരുന്നു ഇപ്പം പോയിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടി ഇന്നതുണ്ടത് കഴിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയുണ്ട്, ലേശം കൂടി ഇന്നത് വന്നു. ഒരു വണ്ടി വന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മൾ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രേ ഉള്ളൂ വഴിയുടെ വീതി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആപ്പിൾ തോട്ടം നോക്കും. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഷിംലയിലും എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട് വല വെച്ചിട്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ചണ്ഡീഗഡ് വില്ലേജിലെത്തി. ചണ്ഡീഗഡ് വില്ലേജ് പഞ്ചാബല്ല, ഇത് സ്പിതിയിലെ ചണ്ഡീഗഡ് വില്ലേജ്. ആപ്പിൾ തോട്ടങ്ങളാണ് ഫുള്ള്.
നമ്മൾ ടാബോ എത്തിയിരിക്കുന്നു. വെൽക്കം ടു ടാബോ. അങ്ങനെ നമ്മൾ ടാബോയിലെത്തി. ടാബോൻ്റെ ഉണ്ട്, അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആകെ കൂടിയുള്ളത് ഉണ്ട്. ഞങ്ങൾ ടാബോ ബ്രിഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, രണ്ട് സൈഡ് നല്ല സൂപ്പർ അടിപൊളി. അതെ, തണ്ണി ശുദ്ധമായ തണ്ണി. യെസ്, നമ്മളിപ്പോൾ കാസറ്റ് പോണ വഴിയിൽ പുറത്ത് വില്ലേജിൽ കൂടെ പോകണം. ഈ വില്ലേജിനകത്ത് 30 പേരുള്ളൂ ഇത്ര. അപ്പം ഒന്ന് ആലോചിച്ചിട്ട് എത്ര വീടുണ്ടാവും? 5 വീടാ ഉണ്ടാവും. ഈ വഴിക്കുന്നൊരു വണ്ടി വരുന്നല്ലേ തന്നെ. നമ്മളേ കാസയ്ക്ക് വരുമ്പോൾ ടാബോ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പിതി വാലി ഓടുന്നു. സ്പിതി റിവറാണിത് കേട്ടോ. നോക്ക് എന്തിൻ്റെ ഒരു വ്യൂ നോക്ക്. മണ്ണിടിഞ്ഞ് വീടാട്ടായിരിക്കും പണി. മുള്ളുണ്ടോ? സ്പിതി റിവറാണത് എന്നാണ് പറഞ്ഞത്, നമ്മൾ അറിയപ്പെടുന്നത് സ്പിതി വാലി. അവല്ലേടാ ഇതാണ് കാസയ്ക്ക് മുന്നുള്ള മന്ദിർ അമ്പലം. കാസയിലേക്ക് കാലുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് കാസയിലെത്തി. ഇനി ഹോം സ്റ്റേ തപ്പണം. എന്നെ ആക്കുമെന്ന് നമ്മൾ കാസയിലെത്തി. ഒരു 5 മണിക്ക് കഴിയുമ്പോഴേക്ക് എത്തി. എന്നിട്ട് ഞങ്ങൾ ഹോം സ്റ്റേ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് ഒരു നല്ല ഹോം സ്റ്റേ കിട്ടി. ഹോം സ്റ്റേ കിട്ടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് കിടന്നുറങ്ങാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.